ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നേപ്പാളി റെസിപ്പിയാണ്. ചിക്കോനി റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പിയിൽ തൈര് ചൂടാക്കുന്നില്ല. ഇതുപോലെ വ്യത്യസ്തമായിട്ട് തൈര് ഡിഷ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മുടെ ആഹാരത്തിൽ ഡെയിലി തൈര് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. പക്ഷെ കുഴഞ്ഞു പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 വിസിൽ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും കുഴയാതെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിയിലൊരു അല്പം വെള്ളമുണ്ട്. ഈ വെള്ളം ഈ റെസിപ്പിക്ക് ആവശ്യമില്ല. വേറെ എന്തെങ്കിലും കറി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലൊഴിക്കാം. ഇനി ആ കിഴങ്ങൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങിനും തൈരിനും ഒന്നും അളവില്ല. ഇതിനകത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പുളി നല്ലവണ്ണം കുറവുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇനി തൈരിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം മുളക് പൊടി ചേർക്കുകയാണ്. എരിവുള്ളതോ എരിവില്ലാത്തതോ ചേർക്കാം. ഇനി വറുത്ത് പൊടിച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർക്കുക. ജീരക ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാൻ ഞാനിവിടെ ഒരു മിതമായ അളവിലാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവാള ചേർക്കുക. ഒരു വലിയൊരു സവാള വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ഒരു 2 പച്ചമുളക് ചേർക്കുക. ഒരു പച്ചമുളകിൻ്റെ കുരു നല്ലവണ്ണം മാറ്റിയിട്ടാണ് എരിവ് കുറയ്ക്കാൻ വേണ്ടി അരിഞ്ഞ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ച് മല്ലിയിലയൂടെ ചോപ്പ് ചെയ്തതൂടെ ചേർക്കുക. ഇനി ഈ ഒരളവിൽ നാരങ്ങ നീര് ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങ് ആറിയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ അളവ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ നീരിന് പകരമായിട്ട് ആംചൂർ പൗഡർ വേണമെങ്കിൽ ചേർക്കാം. അഥവാ നിങ്ങൾക്ക് ഒരുപാട് പുളി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുന്ന അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കണം. ഒരു 3/4 തവി വെള്ളം മാത്രം. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ആ തൈര് ഇങ്ങനെ കട്ടിക്കൊന്ന് ഒഴുകുന്ന പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊന്ന് ഓവറായിട്ട് വെന്ത് പോകരുത്. കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. അപ്പം നമ്മൾ ഈ ഇളക്കുന്ന സമയത്തൊന്നും പൊടിയാതെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഇനി ഇതിനൊരു താളിപ്പുണ്ട്. ആ താളിപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറ്റിമറിക്കുന്നത്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി കടുകെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊഴിക്കുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വേറെ ഏതെങ്കിലും എണ്ണ ഒഴിക്കുക. കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഉലുവയാണ് ഇട്ടിട്ടുള്ളത്. ഉലുവ ചെറുതായിട്ടൊന്ന് ചോക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേന് ഒരേ ഒരു പച്ചമുളകാണ്. അത് ചുവന്ന മുളക് ചേർത്തന്നേ ഉള്ളൂ. അല്ലാതെ വറ്റൽ മുളക് ചേർക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മുളക് പൊടി ഇവിടെ ചേർത്ത് ഇളക്കിയെടുക്കുക. ഇനി ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ടത് കുറച്ചേറെയായിട്ട് 1 സ്പൂൺ ഫുള്ളായിട്ട് കസൂരി മേത്തി ചേർക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക ചൂടോടുകൂടി തന്നെ. ഇനി ഇത് തണുക്കുന്നതിന് മുമ്പായിട്ട് തൈരിലോട്ട് ചേർക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ ഉലുവയൊക്കെ ഒന്ന് കടിക്കും. അതായത് അതൊക്കെ നല്ലവണ്ണം ഒന്ന് കുതിരണം. അതായത് കസൂരി മെത്തിയും ആ ഉലുവയുമാണ് ഇതിനകത്ത് ടേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് യോജിച്ച് വരാനായിട്ട് ഒരു 1/2-3/4 മണിക്കൂർ നേരമെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം വയ്ക്കണം. കുറേ കഴിയുമ്പോഴത്തേനും അതെല്ലാം കൂടെ നല്ലവണ്ണം കുതിർന്ന് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കൂടെ തന്നെ കറിയുടെ കളറേ മാറിപ്പോവും. അതായത് ഇതുപോലെ ആവും. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. താളിക്കുന്ന സമയത്ത് കടുകെണ്ണ ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ കടുകെണ്ണ തന്നെ ഉപയോഗിക്കുക. ഡെയിലിയൊക്കെ തൈര് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി അടിപൊളിയാണ്.
ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ല. ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.